ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഉപദേശക സമിതി രൂപീകരിക്കുവാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ തീരുമാനത്തിനെതിരെ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ നടത്തിയ പ്രസ്താവന തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ച പൊതുപ്രവർത്തകരായ ആർ ഹരിദാസൻ നായർ, അഡ്വക്കേറ്റ് കന്നിമേൽ നാരായണൻ, വിശ്വനാഥൻ തളരേത്ത്, രഘു, ഗോപൻ ആഞ്ഞിലിപ്ര എന്നിവർ പറഞ്ഞു. സാമൂഹ്യനീതിയും ജനാധിപത്യവും ക്ഷേത്രഭരണത്തിൽ ഉറപ്പാക്കുകയാണ് ഉപദേശക സമിതി രൂപീകരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും എന്നാൽ ഇതിനെ ചോദ്യം ചെയ്യുന്നവരുടെ ഉള്ളിലിരിപ്പും ലക്ഷ്യവും സാമാന്യ വിശ്വാസ സമൂഹം തിരിച്ചറിയുകയും ചെയ്യുമെന്ന് അവർ പറഞ്ഞു. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശ സമിതി രൂപീകരിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെ ക്ഷേത്രത്തിലെ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ നടത്തിയ പ്രസ്താവന തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്ന പൊതുപ്രവർത്തകരായ ആർ ഹരിദാസൻ നായർ, അഡ്വക്കേറ്റ് കന്നിമേൽ നാരായണൻ, വിശ്വനാഥൻ തളരീത്, രഘു, ഗോപൻ ആഞ്ഞിലിപ്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഉപദേശ സമിതി രൂപീകരിക്കണം എന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. ഇവിടെ കാലങ്ങളായി നിലനിൽക്കുന്ന ഭരണ സംവിധാനം ജനാധിപത്യത്തിലെ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായതല്ല എന്നതുകൊണ്ട് തന്നെ സാമൂഹ്യനീതി നടപ്പാക്കണമെന്നുള്ള ചെട്ടികുളങ്ങരയിലെ വിശ്വാസി സമൂഹത്തിന്റെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ കേസിന് പോയതെന്നും ഇവർ പറയുന്നു. ഒരു ക്ഷേത്രത്തിലും ഉപദേശക സമിതി ആയാലും അതുപോലെ തന്നെ ഈ വേറെ ഏതെങ്കിലും സംവിധാനമുണ്ട്. വേറെ ഏതെങ്കിലും സംവിധാനം ഇപ്പോൾ ഇന്നുമില്ല. എല്ലാ ഉപദേശ സമിതിയായി അവിടെ ഈ ദേവസ്വം ബോർഡിന്റെ അനുവാദമില്ലാതെ 5 പൈസ പിരിക്കാനുള്ളതില്ല. അവർ സീൽ ചെയ്ത് കൊടുക്കുന്ന കൂപ്പൺ അല്ലെങ്കിൽ രസീത് ഉപയോഗിച്ച് മാത്രമേ പിരിക്കാനുള്ളൂ. അവരുടെ മുമ്പാകെ തന്നെ കണക്കുകൾ വെക്കണം, ആഡിറ്റ് ചെയ്യിക്കണം അവരെ കൊണ്ട്, ദേവസ്വം ബോർഡിനെ കൊണ്ട്. ചെട്ടികുളങ്ങര നടക്കുന്നില്ല. ചെട്ടികുളങ്ങരയുള്ള വഴിപാടുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ പ്രധാന വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി വഴിപാടാണ്. ലക്ഷങ്ങളാണ്. ഒരു ദിവസത്തെ ഫുൾ കഞ്ഞി നടത്തണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരും. അങ്ങനെ വേരിയേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭവങ്ങളുടെ എണ്ണമാണ്. ചിലരാണെന്നുണ്ടെങ്കിൽ വിഭവങ്ങളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ അത് 1 ലക്ഷമാകാം. എല്ലാ വിഭവങ്ങളോടും ചേർത്ത് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയാകും. ഈ പൈസ പിരിക്കുന്നതാണ്, ഈ കൺവെൻഷനാണ് പിരിക്കുന്നത്. അതിന് യാതൊരുവിധ രേഖയും അവർ കൊടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ദേവസ്വം ബോർഡിന് മുമ്പിലാണ്. അത് മുഴുവൻ ആഡിറ്റ് ചെയ്യുന്നത് അവർ തന്നെയാണ്. ആരെങ്കിലും ആഡിറ്റ് ചെയ്യും. അതാണ് നടന്നത്. അത് പുറത്തോട്ട് പോകുന്നത് കരക്കാരെ അറിയിപ്പിക്കുന്നുണ്ടോ? അത് നിങ്ങൾ കരക്കാരുടെ അടുക്കൽ വിഷയമാക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ആരുടെയും ഒരിടത്തും വന്നു കാണാൻ വഴിയില്ല. മഹാഭാരത യജ്ഞം 2020 നിങ്ങളെല്ലാം സജീവമായിട്ട് പ്രവർത്തിച്ചവരാണ്. അതിനെപ്പറ്റി വിജിലൻസ് അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്നു. എത്ര ലക്ഷം കിട്ടി, എത്ര കോടി കിട്ടി, എത്ര ചെലവായി, ഒരു കണക്കിൽ ദേവസ്വം ബോർഡിന്റെ മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്ന നിയമം അനുസരിച്ച് ദേവസ്വത്തിൽ കിട്ടുന്ന വരവും ചെലവും സംബന്ധിച്ചുള്ള കണക്കുകൾ തയ്യാറാക്കി ആഡിറ്റ് ചെയ്ത്, ആഡിറ്റ് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെതായിട്ടുള്ള ആഡിറ്റ് ചെയ്തിട്ട് ദേവസ്വത്തിൻ്റെ പ്രത്യേക ബെഞ്ച്, ഞാൻ ഈ പറഞ്ഞ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ഡിവിഷൻ ബെഞ്ചാണ്, അവിടെ ഹാജരാക്കണമെന്നാണ്. നടക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. അവിടെ പോകുന്നു പണമെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. ഞങ്ങളതിനൊക്കെ തന്നെ. കാരണം ഇതൊരു വിശ്വാസികളുടെ ചൂഷണം ചെയ്യുക എന്നുള്ളൊരു സമീപനമല്ല ഇക്കാര്യം സ്വീകരിക്കുന്നത്. ആ വിജിലൻസ് അന്വേഷണം നടത്തുക. ഇന്നിപ്പോൾ ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ കോടതി വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആവശ്യമുള്ള കേന്ദ്രത്തിൽ. കാരണം ഓംബുഡ്സ്മാൻ, ദേവസ്വം ഓംബുഡ്സ്മാൻ്റെ മുമ്പാകെ തന്നെ കംപ്ലൈൻറ്റുമായിട്ട് പോകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അവിടെ കൊണ്ട് പരിഹാരം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അതിന് ലാസ്റ്റ് പാരഗ്രാഫ് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കേരള നിയമസഭ പാസാക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുകയും ചെയ്യേണ്ട പൊതു ബൈലോയ്ക്ക് എതിരായ ഉത്തരവിനെ കേരള ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഒന്നാം കക്ഷിയാക്കി 2022 കേസ് ഫയൽ ചെയ്ത് നിയമ പോരാട്ടത്തിന് തയ്യാറായപ്പോൾ ഉപദേശ സമിതി രൂപീകരണത്തെ തടയുന്നതിനുള്ള മറുവാദങ്ങളുമായി കൺവെൻഷൻ നേതൃത്വം കേസിൽ കക്ഷി ചേർന്നു. സാമൂഹ്യനീതി തടയുന്നതിനും ഉപദേശ സമിതി രൂപീകരണം നടപ്പാക്കാതിരിക്കുന്നതിനും വേണ്ടി സീനിയറായ അഭിഭാഷകരുടെ ഒരു നിരയെ തന്നെ അണിനിരത്തി എതിർവാദങ്ങളും ഉന്നയിച്ചു. എന്നാൽ രണ്ടു കൂട്ടരുടെയും ഭാഗം കേട്ട് കേരള ഹൈക്കോടതി ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ 13 കരകളുടെയും കൂടി പ്രാതിനിധ്യം ഉറപ്പാക്കി ഉപദേശ സമിതി രൂപീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത്. ഇത് ചരിത്രപരമായ വിധിയാണെന്നും ഇവർ പറയുന്നു. മിക്കവാറും എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഉപദേശ സമിതി രൂപീകരിക്കുന്നത് ക്ഷേത്രം
നിലകൊള്ളുന്നതിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിയാണ്. എന്നാൽ ഈ തീരുമാനം ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ കാര്യത്തിൽ പ്രായോഗികമല്ല എന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ 13 കരകളുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്ര ഉത്സവങ്ങളും ആചാരങ്ങളും നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ കരകളുടെ പ്രാമുഖ്യം ഒട്ടും നഷ്ടപ്പെടുത്താതെയാണ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് തീരുമാനം കൈക്കൊണ്ടതെന്നും ഇവർ പറഞ്ഞു. സാമൂഹ്യനീതിയും ജനാധിപത്യവും ക്ഷേത്രഭരണത്തിൽ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഇതിനെ ചോദ്യം ചെയ്യുന്നവരുടെ ഉള്ളിലിരിപ്പും ലക്ഷ്യവും സാമാന്യ വിശ്വാസി സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നും ഇവർ പറഞ്ഞു. മാവേലിക്കര.